പള്ളിക്കൂദാശ 2-ാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 3-ാം അധ്യായം. യേശു ഉന്നതത്തിൽ നിന്ന് വന്നവൻ. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് യേശു. ഉന്നതത്തിൽ നിന്ന് വന്നവൻ ഭൂമിയിൽ നിന്നുള്ളവനേക്കാൾ ഉപരിയാണ്. സ്വർഗീയ കാര്യങ്ങൾ മാത്രമാണ് അവൻ്റെ ചിന്തയിലും ആത്മാവിലുമുള്ളത്. ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടല്ല ദൈവിക കാര്യങ്ങൾ അവൻ പഠിച്ചത്. അവൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണവ. ദൈവമയച്ചവൻ ദൈവത്തിൻ്റെ വാക്കു സംസാരിക്കുന്നു. കണ്ട് അനുഭവിച്ചവയെക്കുറിച്ചാണ് നമുക്ക് ബോധ്യത്തോടെ സംസാരിക്കുവാനും പങ്കുവയ്ക്കുവാനും കഴിയുക. അതില്ലാതെയുള്ളതൊക്കെ വെറും കഥ പറച്ചിൽ മാത്രമായിരിക്കും. ആരെയും സ്പർശിക്കാത്ത ജീവനില്ലാത്ത വാക്കുകൾ. നമ്മിലെ പാപമാണ് നമ്മിലെ ജീവൻ ഇല്ലാതാക്കുന്നത്. പാപം ചെയ്യുന്നവൻ മരിച്ചവർക്ക് തുല്യമാണ്. പാപി പാപിയോട് സംസാരിക്കുന്നത് മരിച്ചവർ മരിച്ചവനോട് സംസാരിക്കുന്നത് പോലെയാണ്. അന്ധൻ അന്ധനെ നയിക്കുന്നത് പോലെയാണ്. അവർ രണ്ടുപേരും കുഴിയിൽ വീഴും. സ്വർഗവും നരകവും കണ്ട് തിരിച്ചു വന്നവരെ എന്ന് പറയുന്നവരെക്കുറിച്ച് കേൾക്കാറുണ്ട്. അത് യാഥാർത്ഥ്യമോ മിഥ്യയോ എന്നറിഞ്ഞുകൂടാ. പൗലോസ്ലീഹ പറയുന്നു, 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. 2 കൊരിന്ത്യർ 12:2. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കുവാനല്ല, പ്രത്യുത അവർ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. അവനിൽ വിശ്വസിച്ച് അവനോട് ചേർന്ന് നിൽക്കുന്നവർ ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനാണ്. അവർ പിന്നീട് ഒരു പുതിയ സൃഷ്ടിയാണ്. ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അവനിൽ വിശ്വസിക്കുന്നവരെയും അവൻ ലോകത്തിലേക്ക് അയക്കുന്നു. അതോടെ അവർ യേശുവിനെ പോലെ ദൈവിക ദൗത്യവാഹകരായി മാറും.